8ന്റെ പണി കിട്ടുക എന്ന് പറഞ്ഞു കേട്ടില്ല. ഇത് 324 പണിയാണ് നടക്കുക. ഈ കാണുന്ന വീട്ടിൽ കിട്ടില്ല. എന്ത് പണിയാന്നല്ലേ? നമ്മളൊരു വീട് പണിയെടുക്കുന്ന സമയത്ത് നമ്മളൊരു എഞ്ചിനീയർ വിചാരിച്ചാലും അല്ലെങ്കിൽ ആർക്കിടെക്ട് വിചാരിച്ചാലും വീട്ടുകാരൻ വിചാരിച്ചാലും നമുക്ക് ഒരു വീട്ടിന്റെ കാര്യം കംപ്ലീറ്റ് ഒരു സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് പ്രയാസമായിരിക്കും. കാരണം വെച്ചാൽ എല്ലാവർക്കും ആ രീതിയിൽ നീറ്റായിട്ട് വരണമെന്നില്ല. അത് ഓരോ പണിക്കാരും കുറച്ച് ആത്മാർത്ഥത കാണിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് സംഭവം ഓക്കെ. വീട്ടുകാരന്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ എടുത്ത പണിക്കാരന്റെ കുഴപ്പമാണ്, ടൈൽസാറിന്റെ കുഴപ്പമാണ്, ഇനിയിപ്പോ ഈ കോൺക്രീറ്റ് ചെയ്താണ് കുഴപ്പമെന്ന് അറിയില്ല. ഇതെല്ലാം കൂടി ഒരുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. സാധാരണ ബാത്റൂമിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവിലത്തെ ഫ്ലോർ ലെവലിൽ നിന്ന് 2 ഇഞ്ച് 2.5 ഇഞ്ച് അധികം വേണമെന്ന് 3 ഇഞ്ച് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ കാണുന്ന സ്ഥലം കംപ്ലീറ്റ് ഫ്ലാറ്റാണ്. മൊത്തത്തിൽ ഫ്ലാറ്റ് ആക്കി കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ട് ലെവലായിട്ട് ടൈലും പിരിച്ചു വെച്ചിട്ടുണ്ട്. അവരുടെ പോയിന്റും നമ്മൾ വെള്ളത്തിന്റെ പോയിന്റിലെ ഹൈറ്റ് അങ്ങോട്ട് കുറഞ്ഞു. ഇതിപ്പോ പണിക്കാരോട് ചോദിച്ചപ്പോൾ പണിക്കാർ പറഞ്ഞു നമ്മളറിയില്ല, ടൈൽസാരോട് ചോദിച്ചു ഞാൻ അറിയില്ല, കോൺക്രീറ്റ് ചോദിച്ചു വീട്ടുകാർ പറഞ്ഞു, വീട്ടുകാരോട് ചോദിച്ചിട്ട് വീട്ടുകാർ പറഞ്ഞു അതൊക്കെ പണിക്കാരല്ലേ നോക്കി ചെയ്യേണ്ടത്. ഫൈനൽ ആരാണോ ചെയ്യുന്നത് ഓരോ നിലയിലിരിക്കും ഇങ്ങനത്തെ പണിയെല്ലാം. വീട്ടിൽ കൂടുതൽ വന്ന് നോക്കുന്ന സമയത്ത് ഫിനിഷിംഗ് വർക്ക് ആരാണോ അയാളെ പണിയാണ് ആദ്യം വിലയിരുത്തുക. ഇത്ര ഈ ഒരു ഹൈറ്റ് എല്ലാം വെച്ചിട്ട് നമ്മളൊരു ടാപ്പ് ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബക്കറ്റിന്റെ ഹൈറ്റ് പോലെ ഇപ്പൊ നിലവിൽ ഈ ഫിനിഷിംഗ് ലെവലിൽ ഇല്ല. എന്നാൽ അടുത്തൊരു പണിക്കാരന് ബുദ്ധിമുട്ടാത്ത രീതിയിൽ വേണ്ട എല്ലാ പണിയും എടുക്കാൻ. അപ്പൊ ഈ രീതിയിൽ ബാത്റൂമിന്റെ ഫിറ്റിംഗ്സ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലൈന്റ് നമ്മളോട് പറഞ്ഞു. പക്ഷെ എന്നാൽ നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ട്. കാരണം ഇതുപോലെ ഒരു കണ്ടീഷനിൽ സാധനങ്ങൾ വെച്ചിട്ട് അടുത്ത് വരുന്ന വർക്കേഴ്സിനോട് പറഞ്ഞു കൊടുക്കുക നമ്മൾ ഇങ്ങനെയാണ് നമ്മളെ സംഭവം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ എല്ലാ മെഷർമെന്റുകളും അവർ സെറ്റ് ചെയ്ത് വെക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് സാധനങ്ങൾ ഫിറ്റ് ചെയ്യുമ്പോൾ പൊക്കം കുറഞ്ഞതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. ഈ വീട്ടിനെ സംബന്ധിച്ച്, ഈ ബാത്റൂമിനെ സംബന്ധിച്ച് എല്ലാം റീവർക്ക് ചെയ്യേണ്ടത് നമുക്ക് ഒരു 19,000 രൂപയ്ക്ക് മേളിൽ എക്സ്പെൻസ് വരുന്ന ഒരു വർക്കായിരുന്നു. അപ്പൊ ഇത് വീണ്ടും റീവർക്കായിട്ട് എടുക്കുക പറഞ്ഞാൽ ക്ലയന്റിന് താങ്ങൂല, അതുപോലെ തന്നെ നമുക്കും താങ്ങൂല. പണിയെടുക്കുമ്പോൾ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നോക്കിയിട്ട് മൊത്തം ആത്മാർത്ഥത വേണ്ട, കുറച്ച് ആത്മാർത്ഥത എടുത്തു കഴിഞ്ഞാൽ സംഭവം സക്സസ് ആവും.